നമ്മൾ മുട്ട പൊട്ടിച്ചു. ഇനി നമ്മൾ മുട്ടയിലേക്ക് ലേശം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ടത്ര ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ശകലം മുളകുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേ മുളകുപൊടിയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ അങ്ങ് ഇളക്കാം. നല്ലോണം അങ്ങ് ഇളക്കണം. നമ്മള് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇപ്പം വെള്ളം വെക്കട്ടല്ലേ. നമ്മളെ എണ്ണ തേക്കാണ്. നമ്മള് പാനിലേക്ക് ശകലം എണ്ണ ഒഴിക്കണം കേട്ടോ. മുട്ട ഒഴിച്ചു. ഇനി നമ്മള് എണ്ണ ഒഴിച്ച് നമ്മളെ തക്കാളിയും നമ്മളെ തക്കാളിയും ഉള്ളിയും കൂടെ വഴട്ടയാണ്. അപ്പോഴേ നമ്മൾ ആദ്യം ഉള്ളി ഇട്ടങ്ങോട്ട് വഴട്ടയാണ്. നമുക്ക് ഏത് പാത്രത്തിലും വഴട്ടാം. നമ്മളിപ്പോൾ പാനിലാണ് വഴട്ടുന്നത്. ശകലം അത് നല്ലോണം ആയതിനു ശേഷം നമ്മളെ ബന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ആ ബന്ന് ചൂടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റതും കൂടെ തിരുനേരമൊക്കെ ആയിട്ടുണ്ട്. അതായാലും മതി. നമ്മളെ ബന്ന് ചൂടാക്കി സീനാണ്. പക്ഷേ കട്ലറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിനി ഒരു ബണ്ണെടുത്ത് വെച്ചു. ഇനി നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യുന്നു. 3 ഉള്ളി വെച്ചു. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ലേശം മുട്ടയും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ടയിൽ കൂടെ അങ്ങ് മുട്ട ഇടുന്നുണ്ട്. നമ്മൾ പൊരിച്ച മുട്ട വയ്ക്കുന്നുണ്ട്. നമ്മൾ രണ്ടാമത്തെ ലെയറും കൂടെ സെറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ ലെയർ വെച്ചു സെറ്റ് ചെയ്യാം. കുറച്ചും കൂടെ ഉള്ളി ഈ വഴറ്റിയ ഉള്ളിയും തക്കാളിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പീസും കൂടെ ഉണ്ട് കേട്ടോ. കൂടെയൊക്കെ വയ്ക്കണം. ഉള്ളി നല്ല ചൂടാണ് കേട്ടോ. ഈ പാനിൻ്റെ അവിടെ ഇപ്പം നല്ല ചൂടാണ്. ഇനി തക്കാളിയും കുറച്ച് ഉള്ളി 2 ഉള്ളിയാണ്. ഇപ്പോൾ ഡെക്കറേഷൻ ഇടാം. നമ്മൾ രണ്ടാമത്തെ ബാനും കൂടെ വെച്ചു. നമ്മളെ ബർഗർ ഇവിടെ റെഡി ആയി. ഡിസൈൻ 2 ഉള്ളി എടുത്ത് മണ്ടേ വെച്ച് പിന്നെ 2 തക്കാളി. ഇതാണ് നമ്മളെ ബർഗർ. നമുക്ക് ഇതൊന്ന് തിന്ന് നോക്കാം. കൈ കൊണ്ടൊക്കെ എടുക്കാൻ പറ്റുമെന്തോ. തിന്ന് നോക്കാം. നമ്മളെ ബർഗർ സംഭവം കൊള്ളാം. നമുക്കൊന്ന് എടുത്ത് തിന്ന് നോക്കാം അല്ലേ. ഇത് നമുക്ക് എടുത്ത് തിന്ന് നോക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് മുൻകൂട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.